പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ വിവാഹം നടത്തിക്കൊടുക്കുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അഡ്വാൻറ്റേജിനെ പറ്റി ഇതേ തുടർന്ന് അറിയാനിടയാവുകയാണ് ധനലക്ഷ്മി. ഇതോടെ ധനലക്ഷ്മി എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവാഹം നടത്തി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്നു. ഇതിന്റെ ഭാഗമായി പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ധനലക്ഷ്മി. അപ്രതീക്ഷിതമായ ധനലക്ഷ്മിയുടെ ഈ സ്നേഹം കാണുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൃഷിനെയും അതുപോലെ തന്നെ ശ്രീനിവാസനെയും. എന്നാൽ മനോജേട്ടൻ അറിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും ധനലക്ഷ്മിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് കൺമണിയുടെ മുന്നിൽ. എന്നാൽ കൺമണിയുടെ വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. മനോജിനെ എത്രയും പെട്ടെന്ന് തന്നെ ധനലക്ഷ്മിയുടെ ചതി അറിയിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ശ്രീനിവാസൻ. മാത്രവുമല്ല, ഇതേ തുടർന്ന് മനോജിനെ ചെന്ന് കാണുന്ന ശ്രീനിവാസൻ, ഇത്രയും നാൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നീ അറിയേണ്ട എന്നും നിന്റെ കുടുംബജീവിതം തകരേണ്ട എന്നും കരുതിയാണ് പറയാതിരുന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. എന്താണ് അച്ഛാ, എന്താണ് സംഭവം, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന്, ശരിയാണ്, നിനക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. നീ അറിയാതെയാണ് ഇവിടെ പുതിയ അന്തർനാടകങ്ങൾ നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് കേട്ടതിനെ തുടർന്ന് വ്യക്തമായി എന്താണ് പറയുന്നത് എന്ന് അച്ഛൻ പറയുകയാണ് എങ്കിൽ നന്നായിരുന്നു. ഓക്കെ എന്ന് വ്യക്തമാക്കുന്ന ശ്രീനിവാസൻ, ഇവിടെ ഉള്ളവർ കാണിക്കുന്നതെല്ലാം കപട സ്നേഹമാണ്. നീ ഉള്ളപ്പോൾ വളരെയധികം സ്നേഹം കൺമണിയോടും എന്നോടും കാണിക്കുന്ന ചിലർ നീ ഇവിടെ നിന്ന് ജോലിക്ക് പോകുമ്പോൾ വളരെയധികം പുച്ഛത്തോടെയും അറപ്പോടെയുമാണ് സംസാരിക്കാറുള്ളത്. ഇത് കേൾക്കുന്നത് മനോജിനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഉടൻ തന്നെ അമ്മായിമാരെ കുറിച്ചാണോ അച്ഛനീ പറയുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് മനോജ്. അപ്പോഴും മനോജിന്റെ മനസ്സിൽ ധനലക്ഷ്മിക്ക് വലിയൊരു സ്ഥാനമാണ് ഉള്ളത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് ശ്രീനിവാസൻ. ഇതോടെ നീ പറഞ്ഞത് ശരി തന്നെയാണ്, ഞങ്ങളോട് പുച്ഛം തന്നെയാണ് അമ്മായിമാർക്ക്. അവർ തരം കിട്ടുമ്പോഴെല്ലാം ഞങ്ങളെ കളിയാക്കുകയും അപമാനിക്കുകയും ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. മാത്രവുമല്ല, കൺമണിയെ അവർ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ മാത്രമല്ല, മറ്റൊരാൾ കൂടി ഇതിൽ പങ്കാളിയാണ്. ഇത് കേൾക്കുന്ന മനോജ്, അത് ആരാണച്ചാ, എനിക്ക് ആ ആളെ കാണണമെന്നുണ്ട്, എന്നിട്ട് വേണം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ എന്ന് അറിയിച്ചതിനെ തുടർന്ന് ആ ആൾ ആരാണ് എന്ന് അറിയുകയാണ് എങ്കിൽ ഒരുപക്ഷെ നീയാകെ ഞെട്ടിപ്പോകും എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, എനിക്കൊരു സർജറി കൂടി വേണം എന്നുള്ള കാര്യം കൺമണി മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ജോലിക്ക് പോകുന്നതിനായി ഇപ്പോഴും അവൾ തയ്യാറാകുന്നതും വിവാഹം വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നതും. ഇത് കേൾക്കുന്ന മനോജാകെ ഞെട്ടിപ്പോവുകയും, ഹോസ്പിറ്റലിലായിരുന്നു എന്നോ, അതും അച്ഛൻ, എന്തുകൊണ്ടാണ് ആ കാര്യം എന്നെ അറിയിക്കാഞ്ഞത്, എന്തുകൊണ്ടാണ് എന്നോട് ഈ കാര്യങ്ങൾ കൺമണി മറച്ചു വെച്ചത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന്, അവൾ മറച്ചു വെച്ചതിന് പിന്നിൽ വ്യക്തമായ കാരണമുണ്ട്. അത് ഇനിയെങ്കിലും നീ അറിയണം. ഇപ്പോഴും അവൾ വിവാഹം വേണ്ട എന്ന് പറയുന്നതിന് പിന്നിലെ രഹസ്യവും ഞാൻ ഇന്ന് നിന്നോട് വെളിപ്പെടുത്താം എന്ന് വ്യക്തമാക്കുകയാണ് ശ്രീനിവാസൻ. ഇതിനിടയിലാണ് അവിടേക്ക് കൺമണി കയറി വരുന്നത്. ഇതോടെ കൺമണി ധനലക്ഷ്മിയെക്കുറിച്ചുള്ള സത്യങ്ങൾ തുറന്നു പറയാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. ഇതോടെ അച്ഛനെ
അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനായുള്ള ശ്രമവുമായി മുന്നിലേക്ക് കടന്നുവരുന്ന അവൾ അച്ഛൻ ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത് എന്ന് അറിയിക്കുന്നു. ഇതോടെ കൺമണി എന്തുകൊണ്ടാണ് അച്ഛൻ ഹോസ്പിറ്റലിലായ വിവരം എന്നെ അറിയിക്കാതിരുന്നത്? എന്താ, ഞാൻ ഇവിടുത്തെ ആരുമല്ലേ, നിങ്ങളുടെയും ആരുമല്ലേ? മാത്രവുമല്ല ഇതെന്റെ അച്ഛൻ തന്നെയല്ലേ? അപ്പോൾ ആ കാര്യങ്ങൾ അറിയേണ്ടത് എൻ്റെ കൂടി ചുമതലയല്ലേ? ഇതിന് ഉത്തരം നൽകിയിട്ട് കൺമണി പോയാൽ മതി എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവൾക്ക് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. അതിന് വ്യക്തമായ കാരണമുണ്ട്. ആ കാരണമാണ് അച്ഛാ ഞാൻ ചോദിക്കുന്നത്. എനിക്കത് ഇന്നറിയണം, ഇന്ന് തന്നെ അറിയണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആ കാരണം അറിയുകയാണ് എങ്കിൽ നിന്റെ കുടുംബം തകരും എന്നുള്ള കാര്യം അവൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം അവൾ മറച്ചു പിടിക്കുന്നത് എന്ന് ശ്രീനിവാസൻ പറയുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ്, എനിക്ക് വ്യക്തമായി മനസ്സിലായില്ല അച്ഛാ. എന്താണെങ്കിലും തുറന്നു പറയൂ. ഞാനിവിടെയില്ലേ, നമുക്ക് പരിഹാരം കണ്ടെത്താം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ധനലക്ഷ്മിയാണ് ഇവിടെ വില്ലനായി നിൽക്കുന്നത്. ധനലക്ഷ്മി കാരണമാണ് ഈ കാര്യങ്ങളൊന്നും നീ അറിയാത്തത്. ധനലക്ഷ്മിയോ, അവൾ അവൾ അങ്ങനെ ചെയ്യുമോ? അവൾക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമാണ് ഉള്ളത്. ഞാനത് നേരിട്ട് കാണുന്നതല്ലേ. ഇത് കേൾക്കുന്ന ശ്രീനിവാസൻ അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നീ ഉള്ളപ്പോൾ സ്നേഹം കൊണ്ട് ഇവളെ മൂടുകയാണ് ധനലക്ഷ്മി. എന്നെയും അതെ. പക്ഷേ നീ ഇല്ലാത്തപ്പോൾ ഇവിടെ എന്താണ് അവസ്ഥ എന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പറയുന്നത് വിശ്വാസമില്ല എങ്കിൽ ഗോകുലിനോട് നീ ഒന്ന് ചോദിച്ചു നോക്കൂ, ഞങ്ങൾ ഇവിടെ എങ്ങനെയാണ് കഴിയുന്നത് എന്ന്. അന്ന് ഞാൻ ഹോസ്പിറ്റലിലായപ്പോൾ പൈസയ്ക്ക് വേണ്ടി കൺമണി നെട്ടോട്ടമോടുകയായിരുന്നു. ഒരു രൂപ പോലും കൊടുക്കുന്നതിന് നിന്റെ ഭാര്യയായ ധനലക്ഷ്മി തയ്യാറായില്ല. ഇതേ തുടർന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കിയത് എന്ന് അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ കൺമണിക്ക് എന്നെ ഫോൺ ചെയ്യാമായിരുന്നില്ലേ എന്ന് മനോജ് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന കൺമണി അത് പിന്നെ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഇവളെ നിന്നെ ഫോൺ ചെയ്യുന്നതിൽ നിന്നും ധനലക്ഷ്മി വിലക്കിയിരിക്കുകയാണ്. നിന്നെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിച്ചാൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ നടന്നത് എന്ന് പറയുകയും ചെയ്തത്. അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് മനോജിന്. ഇതോടെ മനോജ് മാനസികമായി തകർന്നു പോകുന്നു. ഇതേ സമയം അവിടേക്ക് ഗോകുൽ വന്നതിനെ തുടർന്ന് ഗോകുലിനോട് കാര്യങ്ങൾ പറയാൻ മനോജ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ ഗോകുൽ അതൊക്കെ സത്യം തന്നെയാണ് എന്ന് പറയുന്നു. അപ്പച്ചിയെ ഒരുപാട് അമ്മ ഉപദ്രവിക്കാറുമുണ്ട്. ഇത് കേൾക്കുന്ന മനോജ് ആകെ തകർന്ന് അവിടെ ഇരിക്കുകയാണ്. ഒരിക്കലും ധനലക്ഷ്മി നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയിരിക്കുന്നു. ഇനി അവൾ ഈ വീട്ടിൽ വേണ്ട. ഇനി നമ്മളുടെ ജീവിതത്തിലും ധനലക്ഷ്മി വേണ്ട. അവളുടെ ജീവിതത്തിൽ ജയിക്കട്ടെ, നമ്മൾ ആരും അവളുടെ കൂടെ നിൽക്കണ്ട എന്ന് പറയുകയും ധനലക്ഷ്മിയെ ചെന്ന് കാണുന്ന മനോജ്, ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ നീ ഇറങ്ങണം. ഇനി നീ ഈ വീട്ടിൽ നിൽക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുക തന്നെ ചെയ്യും എന്ന് മനോജ് വ്യക്തമാക്കിയത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ധനലക്ഷ്മിയെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.